Welcome back to my YouTube channel. So this is going to be like a travel vlog. പക്ഷേ നമ്മൾ വളരെ അടുത്തുള്ള സ്ഥലത്താണ് പോകുന്നത്. ലൈക്ക് ഫ്രം കൊച്ചി ഇവിടെ പറഞ്ഞു നിർത്തിയെന്ന് വെച്ചാൽ ഫ്രം കൊച്ചി ടു ട്രിവാൻഡ്രം ടു കാലിക്കറ്റ് ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ശരവണയെന്ന് പ്ലാൻ ചെയ്ത് പോവാണ്. കൊച്ചിയിൽ നിന്ന് നമ്മൾ ട്രിവാൻഡ്രത്തേക്ക് നമ്മൾ ലുലു ഫാഷൻ വീക്ക് നടക്കുകയാണ് ട്രിവാൻഡ്രത്തുള്ള ലുലുവിൻ്റെ. അപ്പോൾ നമ്മൾ അത് അറ്റൻഡ് ചെയ്തിട്ട് അവിടുന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കോഴിക്കോട്. പിന്നെ കോഴിക്കോട് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം ഇപ്രാവശ്യം കോഴിക്കോട് കല്ലുമ്മക്കായി ബിരിയാണി എല്ലാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെഹക്കിനെ ആരായിരിക്കും ഞാനിവിടെ മിക്ക ഡ്രസ്സുകളും സ്റ്റൈൽ ചെയ്യുന്നത് സോഴ്സ് ചെയ്യുന്നതൊക്കെ മെഹക്കയാണ്. മെഹക്കയുടെ എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് ഈ പരിപാടികളെല്ലാം ഒന്ന് ആസ്വദിച്ച് കണ്ട് അടിച്ചു പൊളിച്ച് തിരിച്ചു വരാം. ബൈ. റൂമിൽ വന്ന് ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്ത് പെട്ടിയൊക്കെ സെറ്റാക്കി ഒന്ന് റെസ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുകയാണ്. 5 മോർണിംഗ് കിടന്ന് റെസ്റ്റ് ചെയ്യാണ്. അപ്പോൾ ദ ബെസ്റ്റ് തിങ് ഹാപ്പൻ ദിസ് ട്രിപ്പ് എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും എൻ്റെ റീഡിങ് ഹാബിറ്റ് തിരിച്ചു കൊണ്ടുവന്നു. കാരണം ഇടയ്ക്കൊരു ടൈമിൽ ബുക്ക് വായിക്കുന്നത് ഭയങ്കരമായിട്ട് കുറഞ്ഞു തുടങ്ങി. പിന്നെ എനിക്ക് വായിക്കുന്ന ഒരു ബുക്കും അങ്ങോട്ടൊരു പോയിന്റ് കഴിയുമ്പോൾ നമ്മളിങ്ങനെ നിർത്തി അതിങ്ങനെ മിസ്. അപ്പോൾ എനിക്ക് തന്നെ ഉള്ളിൽ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ആയിരിക്കും ഞാനത് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം എനിക്ക് തന്നെ ഒരു പോയിന്റിൽ വായിക്കാൻ പറ്റണമല്ലോ എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ റീസെൻ്റ്ലി അഖിൽ പി ധർമ്മജൻ്റെ നമ്മുടെ ഈ റാം കെയർ ഓഫ് ആനന്ദിയൊക്കെ എഴുതിയ പുള്ളിക്കാരാണ്. അപ്പോൾ ആ ഓതറിൻ്റെ വേറെ ബുക്കുണ്ട് മെർക്കുറി ഐലൻഡ് എന്നാണ്. അപ്പോൾ ഇത് ഞാൻ മുന്നേ ഇങ്ങനെ മേടിച്ചായിരുന്നു. ഞാൻ ഈ റാം കെയർ ഓഫ് ആനന്ദി വായിക്കാൻ വേണ്ടിയിട്ട് ഞാൻ DC-യിലും മാതൃഭൂമിയിലാണ് ഞാൻ പോയി. അപ്പോൾ അവിടെ അന്ന് ആ ബുക്കില്ല. കാരണം അത് ഭയങ്കര ഡിമാൻഡുണ്ട്. അത് തൽക്കാലം അവർക്ക് സോൾഡ് ഔട്ടായി. അപ്പോൾ എന്നോട് അവിടുത്തെ ചേട്ടൻ പറഞ്ഞാണ് ഇത് അതേ ഓതറിൻ്റെ വേറെ ബുക്കാണ്, ഇത് ഭയങ്കര നല്ലതാണ്, ജസ്റ്റ് വായിച്ചു നോക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് തന്ന ബുക്കാണ് ഈ മെർക്കുറി ഐലൻഡ്. അപ്പോൾ അത് കിട്ടി. അതും ഞാൻ കുറേ നാൾ ഞാൻ ആ സമയത്ത് ഇങ്ങനെ ഒന്നും വായിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ് വെക്കുകയായിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ ഒരു 1 വീക്ക് മുന്നേ ചുമ്മാ ഈ ബുക്ക് എടുത്തു, എന്തായാലും വായിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇന്നിപ്പം വന്നപ്പോഴും ലൈക്ക് അറൗണ്ട് 50 മിനിറ്റ്സോളം എന്തുണ്ടായിരുന്നു നമ്മൾ ഫ്ലൈറ്റിൽ. അപ്പോൾ ആ സമയം ഞാൻ ഫുൾ ഇത് വായിക്കും. എനിക്ക് ഓൾറെഡി ഉറങ്ങണം എന്നുണ്ടായിരുന്നു, പക്ഷെ ഞാനത് വായിച്ചത് കംപ്ലീറ്റ് ചെയ്യണം സോറി അങ്ങനത്തെ ഒരു മൈൻഡിലെത്തി. അപ്പം ഐ എം സോ ഹാപ്പി എനിക്കത് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയതിൽ. ആൻഡ് ഐ തിങ്ക് റാം കെയർ ഓഫ് ആനന്ദി വായിച്ച ആളുകൾക്ക് ദിസ് വിൽ ബി എ ഗുഡ് സജഷൻ. ട്രൈ ചെയ്ത് നോക്കുക. മെർക്കുറി ഐലൻഡ് ഷോ യു. ഇതാണ് സംഭവം. മെർക്കുറി ഐലൻഡ് ലോകാവസാനം അഖിൽ പി ധർമ്മജൻ. വെരി നൈസ് ബുക്ക്. DC-യുടെ ബുക്കാണിത്. ആൻഡ് ട്രിവാൻഡ്രത്താകുമ്പോൾ മറ്റൊരു ഗുണം എന്താണ്, നമ്മൾ വീട്ടിൽ പോകും. കാരണം ഫാമിലി എവിടെയാണ്. അപ്പോൾ നമ്മൾ വീട്ടിൽ പോയി ചിലപ്പോൾ ഫുഡ് കഴിക്കുക. നമ്മളിങ്ങനെ വേറൊരു സ്ഥലത്ത് പോയൊരു ഫീലിംഗ് ഇല്ല. വർക്ക് ആണെങ്കിലും നമ്മുടെ നാട്ടിൽ തന്നെയുള്ളൊരു ഹാപ്പി ഫീലിംഗ് ആണുള്ളത്. അപ്പം ഫുഡ് കഴിച്ച് ജസ്റ്റ് ഒന്ന് പുറത്ത് പോവുക, വരിക. ഉച്ച കഴിഞ്ഞിട്ട് നമ്മൾ റെഡി ആവും. പരിപാടി വൈകിട്ടാണ്. അപ്പോൾ റെഡി ആവുന്ന ഒരു ഗെറ്റ് റെഡി മേക്കപ്പ് വീഡിയോ പരിപാടി ഞാനിങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്കത് സെറ്റ് ആവും എന്നുള്ളത്. ആൻഡ് എൻ്റെ മുടി വളരുന്നുണ്ട്, എവിടേക്കോ തട്ടുന്നുണ്ട്, പക്ഷേ തിരിച്ച് കയറി പോകുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് സെറ്റ് ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ മെയിൻ പ്രധാന ടാസ്ക്. കാരണം ഈ ചുരുണ്ട മുടിയുള്ള ആളുകൾക്ക് അറിയായിരിക്കും, നമ്മൾ വിചാരിക്കുന്നതാണ് കല്ല് നമ്മുടെ മുടി. അവർക്ക് തോന്നണം ഓക്കെ ഇന്ന് നന്നായിട്ട് ഇരുന്നേക്കാം, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നടക്കുള്ളൂ. അപ്പം ഞാൻ ഇപ്പോൾ ഒരു സമയത്ത് നമ്മൾ നന്നായി ഷാമ്പു ഒക്കെ ചെയ്ത് നല്ല സിറമൊക്കെ ഉപയോഗിച്ച് അന്നത്തെ ദിവസം നന്നായിരിക്കട്ടെ. അപ്പോൾ അത് വിചാരിച്ചാൽ അടുത്ത പരിപാടിയും അങ്ങനെ പ്ലാൻ ചെയ്യുമ്പം പാളാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു തീരുമാനം പറയാൻ പറ്റൂല. അപ്പോൾ തൽക്കാലം നമ്മൾ ഇതിനെ ഈ രീതിക്ക് തന്നെ വിടുക എന്നുള്ളതാണ് എൻ്റെ ഇന്നത്തെ പ്ലാൻ. ആൻഡ് നോക്കാം എന്താ ചെയ്യാന്നുള്ളത്. നമ്മളങ്ങനെ ഡ്രസ് ട്രയലൊക്കെ നടത്തി തൽക്കാലം മേക്കപ്പ് ചെയ്യാൻ തുടങ്ങുകയാണ്. അപ്പം അതിന് മുന്നേ ഓൾറെഡി എൻ്റെ മുഖത്ത് കുറച്ച് സൺസ്ക്രീൻ ലിപ്സ്റ്റിക് ചീറ്റിൻ്റെ എല്ലാം ഉണ്ട്. അപ്പം അതൊക്കെ നമുക്കൊന്ന്
റിമൂവ് ചെയ്ത് ഫ്രഷ് ആയിട്ട് മീറ്റ് ചെയ്യാം. സെറ്റാണ്. ഇനി നമുക്ക് ഡ്രസ്സ് ഇട്ട് നോക്കുക. ഡ്രസ്സ് ഒരു 1, 2, 3 തവണ ട്രയൽ, ലൈക്ക് ഡ്രസ്സിനെ സൈസ് അങ്ങോട്ടും ഇങ്ങോട്ടും പാകാറില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ റെഡിയാക്കി. എന്നിട്ട് ഞാൻ റെഡിയായി കഴിഞ്ഞു. ഇനി ലിപ്സ്റ്റിക് ഇടുക, അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ മാത്രമേ ഉള്ളൂ. ഫാഹിം ദാ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. സുഹിത്തേട്ടൻ ഫാഹിമിനെ റെഡിയാക്കുന്നുണ്ടോ. നമ്മളൊരു ചായയും സ്പ്രിംഗ് റോളും പറഞ്ഞിട്ട് വെറ്റ് ചെയ്ത് സ്റ്റൈൽ എന്ന് വെച്ചാൽ, കാരണം ഇപ്പോൾ വെറ്റ് ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ കുളമാവും. അപ്പോൾ നമുക്ക് എല്ലാം കഴിഞ്ഞ് ഏറ്റവും ലാസ്റ്റ് നമ്മൾ ഹെയർ ലൈറ്റായിട്ടൊന്ന് വെറ്റ് ചെയ്യുക, പെട്ടെന്ന് സ്റ്റൈൽ ചെയ്യുക, അത്രയും. ഹായ് ഗൈസ്, നമ്മൾ പോവാണ്. രണ്ടുപേരും ചെറിയൊരു ഗ്രീനിലാണ്. ജാക്കറ്റൊക്കെ ഇട്ട് സെറ്റ് ആയിരിക്കും. ഞാൻ വളരെ സിമ്പിളാണ്. എലിയാസ് ജക്കി. ഇറ്റ് വാസ് റിയലി നൈസ്. വളരെ പെട്ടെന്ന് ഷടപടേന്ന് കഴിഞ്ഞു. റാമ്പ് വാക്ക് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ തട്ടിമുട്ടി വീണില്ല എന്നൊരവസ്ഥയാണ്. പക്ഷെ ഇപ്രാവശ്യം എക്സ് ഷേപ്പിലായിരുന്നു റാമ്പൊക്കെ സെറ്റ് ചെയ്തത്. നമ്മൾ അതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഓടുമായിരുന്നു റാമ്പിൽ ഫൈൻ. ലൈക്ക് എനിക്ക് റാമ്പ് വാക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം നമ്മൾ സാധാരണ റാമ്പ് വാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ആറ്റിറ്റ്യൂഡൊക്കെ പിടിച്ച് ഇങ്ങനെ നടന്നായിരിക്കും പോവാം. ഇവനത് പറ്റൂല. അപ്പോൾ എനിക്കിത് കണ്ടിട്ട് എനിക്കിത് ചിരിയായി തുടങ്ങി. അപ്പം ഞാനും ഇപ്പോൾ പഴയ പോലെ എനിക്ക് ആറ്റിറ്റ്യൂഡ് ഇട്ട് നടക്കാനൊന്നും പറ്റുന്നില്ല റാമ്പിൽ. എന്നോട് പറയും ഫൈം പതിയെ പോ, ഇവിടെ നിൽക്കി അവിടെ നിൽക്കണ്ട, ഇങ്ങനെ ഓക്കെ ഇത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബട്ട് ഇറ്റ് വാസ് റിയലി നൈസ്. ലൈക്ക് വാക്കിംഗ് ഫോറിയോ, ഞാൻ പറഞ്ഞു ലുലുവിൻ്റെ ഹോം ബ്രാൻഡ് എൻ്റെ ഓക്കെ, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ ടു സീ പീപ്പിൾ, ലൈക്ക് ഐ സ്റ്റാർട്ടഡ് ഫ്രം മോഡലിംഗ്. അപ്പോൾ നമുക്ക് പരിചയമുള്ള ഒരുപാട് മുഖങ്ങൾ വീണ്ടും കാണുമ്പോൾ ഐ റിയലി ഫീൽ ഗ്രേറ്റ്ഫുൾ. അപ്പോൾ ഇനി നമ്മൾ മേക്കപ്പ് ഒക്കെ റിമൂവ്. എനിക്ക് കണ്ണിൽ ചെറിയൊരു ഐ ഡോണ്ട് നോ കാണാൻ പറ്റുന്നു. എനിക്ക് ഇവിടെ ഒരു ചെറിയ റെഡ്നെസ് വന്നിട്ടുണ്ട്. അത് നമ്മൾ ഈ കൺകുരു എന്ന് പറയും. പക്ഷെ ഞാൻ കൺകുരു ആണോ എന്ന് ട്രൈ ചെയ്തു, പക്ഷെ അല്ല. ഒരു 3-4 ഡേയ്സോളമായി. കൺകുരുമ്പോൾ നമുക്ക് ഇങ്ങനെ പൊങ്ങി വന്ന് വേദന കുരു പോലെ വരുമല്ലോ. ഇത് അതൊന്നുമില്ല, ജസ്റ്റ് ഒരു റെഡ്നെസ് ഉണ്ട്. പക്ഷെ ഭയങ്കര വേദനയുണ്ട്, കാരണം അടയ്ക്കാനും തുറക്കാനും ഉറങ്ങി എണീക്കുമ്പോഴൊക്കെ. അപ്പം ഇപ്പം ലാഷും കാജലൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വീണ്ടും വേദന തുടങ്ങിയിട്ടുണ്ട്. അപ്പം അതെന്താണെന്ന് ഒന്ന് നോക്കണം. അങ്ങനെ റാമ്പ് വാക്ക് റിവ്യൂ കോളമാക്കിയതൊരു ചെറുക്ക് കൂടെ വന്നാ ഞാൻ ഉണ്ടല്ലോ. ഞാൻ ശരിക്കും എനിക്ക് നന്നായി വാക്ക് ചെയ്യാൻ അറിയാമേ. എനിക്ക് നന്നായിട്ട് വാക്ക് ചെയ്യാൻ അറിയാം. പക്ഷെ ഇവനോട് ഞാൻ എപ്പോഴൊക്കെ നടക്കും, അപ്പോഴേക്കും എനിക്ക് പറ്റുന്നില്ല നടക്കാൻ. ചിരിക്കുന്നത് ഓടാണ്. ഇത് റാം വാക്കാ, റാം റണ്ണല്ല. അപ്പൊ ഒരു 6.5 അടിയൊക്കെ പൊക്കമുള്ള 6 പാക്ക് ഒക്കെ അടിച്ചൊരു 10 പേര് ഇങ്ങനെ നിക്കണം. എന്നിട്ട് അതിന്റെ ഇടയിൽ കൂടെ നമ്മുടെ എൻട്രി എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ആവണത്, ഇങ്ങനെ ഇടയിൽ കൂടെ കയറി അവിടെ നിന്നപ്പോ തന്നെ എന്റെ കാറ്റ് പോയി. എന്നിട്ട് അവരുടെ കൂടെ നടക്കാന്ന് പറഞ്ഞു ഓടാണ് ലിറ്ററലി ഫൈൻ. ഇനി ഒറ്റയ്ക്ക് റാം വാക്ക് ചെയ്യാൻ ഇന്ന് ഞാൻ കൂട്ടൂല. എനിക്ക് മര്യാദയ്ക്ക് റാം വാക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നല്ല വെട്ടും വിളിച്ചൊക്കെ പോവാം.
സോ നമ്മൾ റെഡിയായി ഫുഡ് എന്തെങ്കിലും കഴിക്കുക. എന്നിട്ട് നമ്മൾ ഇന്ന് കാലിക്കറ്റ് പോവാണ്. എന്താ എടുക്കുന്നേ? ഹോട്ടലിൽ വന്ന ബ്രഷ്, പേസ്റ്റ്, മോയ്സ്ചറൈസർ, ലോഷൻ, കോമ്പ്. അല്ല, ആക്ച്വലി അത് ഉപയോഗിക്കുന്നുണ്ട് കേട്ടാ. വീട്ടിലാരെങ്കിലും കഴിയുമ്പോൾ പെട്ടെന്ന് ഇപ്പൊ ബ്രഷ് ഒന്നും ഇല്ലെങ്കിൽ ഇതെടുത്ത് നമ്മൾ കൊടുക്കാറുണ്ട്. പക്ഷെ അതെന്തോ ഭയങ്കര ഒരു ട്രഡീഷനായി മാറി. നമ്മൾ കോഴിക്കോടെത്തി. അതെ, കോഴിക്കോട് നമ്മൾ വിളിക്കാൻ വേണ്ടിയിട്ട് ഓടി അങ്ങ് വരെ വന്നു. സോ ഈ കോഴിക്കോട് എയർപോർട്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും സംഭവം ഇരിക്കുന്ന മലപ്പുറം സൈഡിലാണ്. അവിടെ നിന്ന് എത്താൻ നമ്മളൊരു ബ്ലോക്ക് എല്ലാം കൊണ്ട് ചെറുത് ഒരു 1.5 മണിക്കൂറായി. അപ്പോൾ ഞാൻ വണ്ടിയിൽ ഉറങ്ങി. അപ്പോൾ വരുന്ന വഴിക്ക് നമ്മൾ സാഗറിൽ കയറാമെന്ന് വെച്ചു. നല്ല ചൂട് ചായ. ഇവിടുത്തെ ചായ അടിപൊളിയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇവിടുത്തെ അത്താഴ ഫുഡൊക്കെ അടിപൊളിയാണ്. മീൻ അടിപൊളിയാണ്, മീൻ കറി, പൊറോട്ട ഒക്കെ. അപ്പോൾ നമ്മൾ ചായയും പൊറോട്ടയും മീൻ മുളകിട്ടതും ചിക്കൻ ഫ്രൈ കഴിക്കാൻ പോകണം. ഞാനും നടന്നു, പക്ഷെ ലിപ്സ്റ്റിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് ഇട്ടത് അതുപോലെ. ഹോട്ടലിലെത്തി, ഒന്ന് ജസ്റ്റ് ഫ്രഷായി, ഡ്രസ്സൊക്കെ ഒന്ന് ഒതുക്കി വെച്ചു. പിന്നെ എനിക്ക് വർക്കൗട്ട് ചെയ്യുന്നത് ഞാൻ വന്നു. കാരണം ഓക്കെ, ഞാൻ വർക്കൗട്ട് ചെയ്യാറുണ്ട്, പക്ഷെ ചില സമയത്ത് നമ്മൾ ആ ഒരു പരിപാടി വിട്ടുപോകും. അപ്പോൾ റീസെൻ്റ്ലി ഞാനൊരു 2-3 വീക്സ് ആയിട്ട് കണ്ടിന്യൂസ് മുടങ്ങാതെ കൃത്യമായിട്ട് എവിടെ ആണെങ്കിലും വർക്കൗട്ട് ചെയ്യുമ്പം പെട്ടെന്ന് വെയിറ്റ് മാറാന്നുള്ളതല്ല. കാരണം എനിക്ക് പെട്ടെന്ന് വെയിറ്റ് മാറില്ല. ഒരു ഇത്തിരി വെള്ളം കുടിച്ചാൽ തന്നെ 1 കിലോ കൂടുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ പക്ഷെ എനിക്ക് ആ പ്രോസസ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ സ്ഥിരമായി പോകാൻ ഉള്ളൊരു സാധനം നമുക്ക് തോന്നുമല്ലോ. എന്തോ പഠിച്ചോന്ന് സഹായിച്ചുണ്ട്. അതിന് എപ്പോൾ നിൽക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇന്ന് എന്തായാലും പരിപാടിക്കൊക്കെ മുന്നേ എന്തായാലും നല്ല ഫുഡ് കഴിക്കാൻ പോവാണ്. കോഴിക്കോടാണ്, നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഓൾറെഡി കല്ലുമ്മക്കായൊക്കെ ഞാൻ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മുന്നേ ജസ്റ്റ് ഒരു റിഗ്രറ്റ് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വന്ന് കുറച്ച് ഫ്ലോർ എക്സസൈസും ആപ്സും ചെറിയ കാർഡിയോയും ഒക്കെ ചെയ്തു കഴിഞ്ഞു. ഞാൻ വന്ന സമയത്ത് ആക്ച്വലി നല്ലൊരു സൺസെറ്റ് ടൈമാണ്. കറക്റ്റ് നമുക്ക് പുറത്തേക്ക് നോക്കുമ്പോൾ കോഴിക്കോട് സിറ്റിയുടെ കുറച്ച് ഭാഗം ഇങ്ങനെ കാണാമായിരുന്നു. അപ്പോൾ ഇനി പോയി എന്തെങ്കിലും കഴിക്കാം. ഇനി അങ്ങോട്ട് കഴിക്കാൻ തയ്യാറാവുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ. അപ്പോൾ ശരി, ബൈ ഗായ്സ്. എല്ലാ ബ്ലോഗിലും വെറുതെ നമ്മളായിട്ട് ഇങ്ങനെ ഇടയ്ക്കുക. ഓ, ഇയാൾ വേണ്ടത് എൻ്റെ ഓഡിയൻസ് എന്നെ കണ്ടാൽ അങ്ങനെ കല്ലുമ്മക്കായി കിട്ടി. എന്നത് കാണിച്ചു നോക്കിയേ, പ്ലേറ്റ് നിറയെ കല്ലുമ്മക്ക. ഇനി മേലെ ഞാൻ കല്ലുമ്മക്കായ എത്ര കല്ലുമ്മക്കായ ഉണ്ടാവും? ഇനി മേലെ കല്ലുമ്മക്കായെന്ന് ഞാൻ മിണ്ടാൻ പാടില്ലെന്ന് തോന്നുന്നു. അത്രയും കല്ലുമ്മക്കായ. ഇത് ഫർദാനിക്കാണ്, റൈത്തൂണ്ട ഓളിനോൾ ഫർദാനിക്കാണ്. ഫർദാനിക്കായി ചെന്നൈക്ക് എല്ലാവരാണ്. അപ്പോൾ എനിക്ക് കല്ലുമ്മക്കായ ഇഷ്ടമാണ്. കോഴിക്കോട് ഒത്തിരി കല്ലുമ്മക്കായ കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ തലശ്ശേരിയിൽ നിന്ന് മൂപ്പറുടെ സ്ഥലത്തു നിന്ന് ഫ്രഷ് കല്ലുമ്മക്കായ കൊണ്ടുവന്ന് ഫുൾ റെഡിയാക്കി ചായയും കല്ലുമ്മക്കായും നമുക്ക് കഴിക്കാം.